ഇനി ചാപ്റ്റർ 2-ൽ ഇ-കൊമേഴ്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് വൈസ് ആയിട്ടൊന്ന് പഠിക്കാം. അതിന് ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷനും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇ-കൊമേഴ്സിൽ കൂടി നമുക്ക് എന്ത് പോസിബിൾ ആവുന്നുണ്ട്? ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻസ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗുഡ്സോ സർവീസസോ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് നടത്താൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കിങ് ആണ്. ഓക്കെ, അതായത് ബാങ്കിങ് സർവീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇതായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് UPI ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിങ് സർവീസസ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഏതാണ്? ഇപ്പോൾ SBIക്ക് യോനോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് SBIയുടെ സർവീസസ് മൊത്തം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഗൂഗിൾ പേ, Paytm ഇങ്ങനെയുള്ള UPI ആപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിലോ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ടിക്കറ്റിംഗ് ആൻഡ് ബുക്കിംഗ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ട്രെയിൻ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകണം, അപ്പോൾ അവിടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ ടിക്കറ്റിംഗ് ആൻഡ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സർവീസും നമുക്ക് എന്തിൽ കൂടി കിട്ടുന്നുണ്ട്? ഇ-കൊമേഴ്സിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ഇങ്ങനെ ഓർത്താൽ മതി. മേക്ക് മൈ ട്രിപ്പ്, ബുക്ക് മൈ ഷോ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു സിനിമ കാണണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ റിസർവ് ചെയ്യാനൊക്കെ സാധിക്കും. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ ആവുന്നുണ്ട് അല്ലേ? അതായത് ഇലക്ട്രോണിക്കലി ലേണിംഗ് ആപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിർച്വൽ ക്ലാസ്സസും കാര്യങ്ങളിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേണിംഗ് നടത്താം അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബൈജൂസ് അക്കാദമി ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. അടുത്തതാണ് ഓൺലൈൻ അഡ്വർടൈസിങ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ പ്രോഡക്ട്സോ സർവീസസോ ഒക്കെ എന്ത് ചെയ്യാം? ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലുള്ള അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്കിൽ കാണുന്ന ആഡ്സ്, അതൊക്കെ എന്താണ്? ഓൺലൈൻ അഡ്വർടൈസിങ്ങിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഈ ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്. അതായത് ഇ-കൊമേഴ്സിൽ കൂടി നമുക്ക് പേയ്മെൻറ്റ് പോസിബിൾ ആവുന്നുണ്ട് അല്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട്, അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഫിസിക്കലായിട്ടുള്ള ക്യാഷ് വേണ്ട, ഡിജിറ്റലായിട്ട് UPI വഴിയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ പബ്ലിഷിംഗ് ആൻഡ് മീഡിയ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ന്യൂസ്, വീഡിയോസ്, മ്യൂസിക് ഒക്കെ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എന്തിൽ കൂടി അവൈലബിൾ ആണ്? ഇ-കൊമേഴ്സിൽ കൂടി അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ന്യൂസ് പേപ്പേഴ്സ്, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗവേണൻസ് ആണ്, ഇലക്ട്രോണിക് ഗവേണൻസ്. അതായത് ഗവൺമെൻറ് പ്രൊവൈഡിങ് സർവീസസ് ത്രൂ ഓൺലൈൻ പോർട്ടൽസ്. നമുക്കിപ്പം ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സർവീസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ പോർട്ടൽസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സർവീസസും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഗവേണൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത്